യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം കണ്ടോ, നിങ്ങൾ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിനും യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. അപ്പോൾ സ്ഥിരപ്പെടുത്തുവാൻ നമ്മെ കഴിയുന്ന ദൈവം, നമ്മെ സ്ഥിരതയോടെ മുമ്പോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പശ്ചാത്തലത്തിലും നമ്മുടെ ഏത് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നാം വീണുപോകാൻ സാധ്യതയുള്ള മേഖലകളിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ കൂടെയുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. പത്രോസിനെ പത്രോസ് ഇങ്ങനെ വളരെ ശക്തിയോടെ യേശുവിന്റെ മരണത്തിന്റെ സമയം അടുത്തു വന്നു. കർത്താവ് അവരോട് അതിലൊക്കെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ വളരെ വളരെ എരിവോടെ പത്രോസ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് 22 അധ്യായം അതിന്റെ 31, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നോക്കിയേ, കർത്താവിന്റെ വായിക്കുന്നതാണ് നമ്മെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ദൈവം, നമ്മെ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുന്ന ദൈവം. നോക്കുകയും ജീവിതത്തിന്റെ വഴിത്തരകളിൽ എപ്രകാരമാണ് ദൈവം നമ്മെ നിർത്തുന്നത്. കർത്താവ് പത്രോസിനോട് പറയുകയാണ്, പിശാച് നിന്നെ പലവട്ടം പാറ്റിക്കളയാൻ എന്നോട് കൽപ്പന ചോദിച്ചു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടത് നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. ഇന്ന് രാവിലെ കാരണം വിളിച്ചു പറയുന്നത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നാം നിന്നതല്ല, ദൈവം നമ്മെ നടത്തിയതാണ്. നാം നേടിയതല്ല, ദൈവമെല്ലാം തന്നതാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലാണ്. ദൈവം തന്നെ സ്ഥിരപ്പെടുത്തി നിർത്താൻ ശക്തിയുള്ള വചനത്തെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് ഉൾനട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് നമ്മെ വീണാതെ വണ്ണം നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ തന്നെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ജീവിതത്തിലെ സ്ഥിരതയിലാണ് പോകുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിന്നെ സ്ഥിരപ്പെടുത്തില്ല, നിന്നെ നിർത്തത്തില്ല, നിന്നെ മുമ്പോട്ട് വിടില്ല എന്ന് പറഞ്ഞ ശത്രു എത്രമാനം വാദിച്ചാലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ കാരണം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വായ്പത്വം എന്ന് പറയുന്നത്, ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ വഴിയിട്ടിട്ട് കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. നിന്നെ എത്തിക്കേണ്ട മേഖലകൾ എത്തിക്കാൻ, നിന്നെ നടത്തേണ്ട മേഖലകൾ നടത്താൻ, നിന്നെ കൊണ്ടുപോകേണ്ട മേഖലകൾ കൊണ്ടുപോകാൻ, നിനക്ക് വേണ്ടി വഴികൾ തുറക്കേണ്ട മേഖലകൾ വഴിതുറക്കുവാൻ, ഏതൊക്കെ മേഖലകളെ നിർത്തണമോ ആ കരത്തിലേക്ക് നിർത്താൻ കഴിവുള്ള ദൈവം ഇതുകൊണ്ടാണ് നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തെ കരം ഒഴുകിപ്പോയിട്ടില്ല ദൈവത്തിന്. ഇതുകൊണ്ട് ദൈവങ്ങളിലേക്ക് ദിവസത്തിൽ നമ്മളുടെ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകം പറയും, ഇത് നിൽക്കില്ല, നിന്നെ നിർത്തത്തില്ല, നിന്നെ ഞാൻ അതിനെ മുമ്പോട്ട് വിടില്ല, ഈ വിശ്വാസം നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ പരിശോധനോട് അത് വെല്ലുവിളിക്കുമ്പോൾ ഇതുപോൽക്കാലം ഭർത്താവിന് നിന്നോട് പറയാനുള്ള പത്രോസ് പറഞ്ഞതുപോലെ നിന്നോട് പറയാനുള്ള കാര്യമുണ്ട്. നിന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചു. മനസ്സിലാക്കുന്ന ജീവിതത്തിനകത്ത് ദൈവം തന്നെ കരം പിടിച്ച് നമ്മെ നിർത്താൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ നാം ഈ ദിവസങ്ങളിൽ മറന്നു പോകാൻ പാടില്ല. ആ ദൈവത്തിന്റെ വലിയ കരുണ നാം ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കരുത്. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ആ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ഒന്നാമതായി ഞാൻ പറയട്ടെ, നമ്മെ സ്ഥിരപ്പെടുത്താൻ കഴിവുള്ളൊരു ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ നമ്മെ തൊട്ട് നമ്മെ പരിപാലിപ്പാൻ കഴിവുള്ള ദൈവം. ആരൊക്കെ നിന്റെ ജീവിതത്തിന് നേരെ വെല്ലുവിളിച്ചാലും, ആരൊക്കെ നിങ്ങളെ നിർത്തല്ലെന്ന് പറഞ്ഞ് വാദിച്ചാലും നാം മനസ്സിലാക്കണം, പിശാച് ശക്തനാണ്, അവന് ശക്തിയുണ്ട്. അവൻ ഒരുപക്ഷെ നമ്മേക്കാൾ ശക്തനാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യം ഇതാണ്, കർത്താവേ ആരൊക്കെ
നിന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, തള്ളി പറയില്ല. ആ താഴെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ് പറഞ്ഞത്: കർത്താവേ, ഞാൻ നിന്നോടുകൂടെ മരിപ്പാനും ഞാൻ കഷ്ടം സഹിക്കാനും ഞാൻ തടവിലാക്കാനും ഞാൻ എന്തിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ്. ആവേശത്തിൽ പലതും നമുക്ക് പറയാൻ കഴിയും. മനസ്സിലാക്കണം, ആവേശത്തിൽ പലതും പറഞ്ഞാലും ആവേശത്തിൽ പറയുന്ന കാര്യങ്ങളെ പോലും ജീവിതത്തിനകത്ത് മനസ്സിലാക്കി നമ്മെ സഹായിക്കുന്ന ഒരു കരം, ആ ദൈവത്തിന്റെ കരമാണ് നമ്മോട് കൂടെ ഉള്ളതെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ്. കഥ പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ എന്ത് ചെയ്യും, 3 വട്ടം തള്ളിപ്പറയും. നോക്കി, അവൻ തള്ളിപ്പറയും. യേശു പറഞ്ഞ കാര്യം അതുപോലെ നടന്നു. എങ്കിലും അവന്റെ അനുതാപത്തിന് മുമ്പിൽ ഹല്ലേലൂയ കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ കരം പിടിച്ച് നടത്താൻ കർത്താവിനോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ്. കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നീ എന്നാൽ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ഈ വാഗ്ദത്തം അവന്റെ മേൽ കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞ ഈ വാഗ്ദത്തയാണ് അവന്റെ മേൽ കിടക്കുകയാണ്. അവൻ തള്ളി പറഞ്ഞിട്ട് അവൻ പ്രശ്നങ്ങളോട് മാറി നിന്നിട്ടും അവനെ മാറ്റി നിർത്താത്ത ഒരു സ്നേഹം, ആ വാഗ്ദത്തം അവന്റെ മേൽ കിടക്കുകയാണ്. ഇന്ന് രാവിലെ കാലത്ത് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ ദൈവം നമുക്ക് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം മറന്നു പോകരുത്. ആ വാഗ്ദത്തം നിന്നു പോകുന്നതല്ല, ആ വാഗ്ദത്തം മാറിപ്പോകുന്നതല്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മാറിപ്പോകാത്തതാണ്, അത് നിലനിൽക്കുന്നതാണ്. ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളത് കൊണ്ട് പത്രോസിന്റെ ജീവിതത്തിനകത്ത് നിന്നെ സ്ഥിരപ്പെടുത്തി, നിന്നെ സ്ഥിരപ്പെടുത്തുക മാത്രമല്ല, നിന്നെ കൊണ്ട് ഞാൻ മറ്റു പലരെയും സ്ഥിരപ്പെടുത്തത്തക്ക നിലവാരങ്ങളിൽ നിന്നെ ഉപയോഗിക്കുവാൻ എന്റെ മേൽ ഒരു പദ്ധതിയുള്ള എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ പത്രോസിനെ അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ദൈവം അവന്റെ ജീവിതത്തിൽ അവരെ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കിയത്. വേദപുസ്തകം പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചനന്തരം അവൻ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിച്ചു. 3000 പേർ അവന്റെ ഒറ്റ പ്രസംഗത്തിൽ യേശു കർത്താവിനെ അവൻ കണ്ടെത്താനിടയാക്കുന്നത്. അവൻ മനസ്സിലാക്കുന്നത് നമ്മെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഉറപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. നാം താമസിക്കുന്ന മേഖലകളിൽ, നമ്മെ ക്ഷീണിച്ചിരിക്കുന്ന മേഖലകളിൽ നാം നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ ശത്രുവിനെ വാടക വരുമ്പോഴും ഇതിനെ നിർത്തി സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ കരുതൽ ഇത് മതക്കാരുണ്ട്. അതിനെ കൈവിടാതെ നിർത്തുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായി ദൈവത്തിന് കഴിവുള്ള ഒരു കാര്യം, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. 3-ാമധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 3-ാമത്തെ എന്നാണ് നാം ചോദിക്കുന്നത്, നനയ്ക്കുന്നത് അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവര്. മനസ്സിലാക്കണം. ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അത്യന്തപരമായി നമ്മെ ചെയ്തു തരുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൽ അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ദൈവം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതൊക്കെ നാം ചോദിക്കുന്ന കാര്യങ്ങൾ നാം ചോദിക്കുന്നത് നമ്മുടെ ബുദ്ധികൾക്ക് പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ്. നാം നനയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ പരിധിയിൽ പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നാം നനയ്ക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുകയാണ്. നമുക്ക് കഴിവുള്ള ദൈവം, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അതൊരു കഴിയുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകർത്താനും വിളിച്ചു പറയട്ടെ, ചോദിച്ചാൽ ഉപേക്ഷിക്കാത്തവർ, ആഗ്രഹിച്ചാൽ മാറ്റി നിർത്താത്തവർ, ആരെങ്കിലും മാറ്റി നിർത്തിയാൽ, ആരെങ്കിലും ഒരിക്കൽ നിർത്തുവാൻ ശ്രമിച്ചാൽ
കഴിവുള്ള ദൈവമാണ്. അത്യുന്നതമായി നടത്താൻ കഴിവുള്ള ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം വേദപുസ്തകത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ഒരു കാര്യം ചോദിച്ചു. ഗിദെയോൻ ഹല്ലേലൂയ ദൂതനോട് ഒരു കാര്യം ചോദിച്ചു. ഹല്ലേലൂയ. ഗിദെയോൻ ചോദിച്ച പ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനോട് ദൂതൻ പറഞ്ഞു, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഗിദെയോൻ ചോദിക്കുകയാണ്, യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന് നീ പറയുമ്പോൾ, നമ്മുടെ പിതാക്കന്മാർ ഇസ്രായേലിൽ നിന്ന് വന്നപ്പോൾ അവൻ ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ എവിടെ? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ അത്ഭുതങ്ങൾ എവിടെ? ആ ചോദ്യം അവൻ ചോദിക്കുമ്പോൾ കർത്താവിന് പറയാൻ മറുപടി ഇതാണ്. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്ന മറുപടി ഇതാണ്, നീ ഈ ബലത്തോടെ പോകാ. നീ നീ ചോദിച്ചതിനപ്പുറമായി ആമേൻ നിന്റെ ജീവിതത്തിൽ ഇതാ ഹല്ലേലൂയ നിരത്തിനപ്പുറമായി ഇതാ നീ ഒറ്റ മനുഷ്യരെ പോലെ വിദ്യാഭ്യാസ തോൽപ്പിക്കാൻ ഒരു അധികാരം, ഒരു അധിക അഭിഷേകവും അവൻ നിന്നെ തന്നിട്ടുണ്ട്. ഇതാ നിന്റെ ജീവിതത്തിൽ നിലയ്ക്കുന്നത് നീ ചിന്തിക്കുന്നതിനപ്പുറമായി നിന്റെ ജീവിതത്തിലെ ഭാവിയെ അവൻ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു അഭിഷക്തനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിന്റെ കാരണക്കാരാണ് കൂടുതൽ പോയി നാം ചോദിക്കുന്നതിലും ദിനയ്ക്കുന്നതിലും അത്യുന്നതമായി നമ്മിൽ ആകെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം. നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്, വീഴാതുള്ള നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവര്. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവര്. ദൈവം പറയുകയാണ് കർത്താവിന്റെ കരുതലുകൾ, അല്ലെങ്കിൽ ദൈവം ഒരു വിശ്വാസിയെ, അല്ലെങ്കിൽ യേശു കർത്താവ് ഒരു വിശ്വാസിയെ എപ്രകാരം കരുതുന്നു, എപ്രകാരമാണ് കാക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിലെ പദ്ധതികൾ ഒരു വിശ്വാസിയുടെ പേരിൽ എപ്രകാരമാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വാക്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവൻ ദൈവം എടുക്കുന്ന ഒരു ആലോചനയിലേക്ക് പ്രവേശിപ്പാൻ ആവശ്യപ്പെടുകയാണ്. ആ വാക്യത്തോടൊരു കൂറ് പുലർത്തണമല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ രാവിലെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വീഴാതെ വണ്ണം നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. വീഴാതെ വണ്ണം നമ്മെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം, കഴിവുള്ള ദൈവം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിവുള്ള ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിൽ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നാം ഇന്ന് രാവിലെ തിരിച്ചറിയാൻ അവൻ പരിശുദ്ധമായ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒന്നാമത്തെ പറയുന്നത് പ്രകാരം വീഴാതെ വണ്ണം നമ്മെ നിർത്താൻ കഴിയുന്ന വീഴാതെ വണ്ണം. അപ്പോ വീണു പോകേണ്ട അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാൻ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രയോ ഭക്തന്മാർ തകർന്നുപോയി, എത്രയോ ഭക്തന്മാർ വീണുപോയി. ദൈവവാചനം പറയുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുവരും വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അപ്പോൾ ആ വീണു പോകുന്ന പശ്ചാത്തലങ്ങൾ അനവധി, ചുറ്റുപാടുകൾ അനവധി ഉള്ള ഒരു മേഖലയിലാണ് നിങ്ങൾ ഞാൻ നിൽക്കുന്നത്. ജീവിതത്തിന്റെ ഒത്തിരി വഴിത്താരകളിൽ പല പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം പല പ്രശ്നങ്ങൾ നാം അതിന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പല വിഷയത്തിൽ നാം ആരെങ്കിലും അകപ്പെട്ടു പോകുന്ന വേളകളിൽ നാം ജീവിതത്തിന്റെ അനുഭവങ്ങൾ, കൃത്യ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ വണ്ണം നിർത്താൻ നമ്മളാലാവോളം തന്നെ നമ്മൾ അതിനായി ശ്രമിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ, ആ പരിശ്രമത്തിന്റെ പിന്നിൽ
ചലിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മൾ വെളിപ്പെടുത്തുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വീണാണ് നിർത്താൻ കർത്താവ് നമ്മെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് 121 സംഘത്തിന് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്: എന്റെ കാൽ അവനെ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, അതിനെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നമ്മുടെ കാൽ വഴുതി പോകാൻ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താളുകളിൽ തകർന്നു പോകാൻ അനുവദിക്കാതെ നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് യൂദ പറയുകയാണ്, വീഴാതെ വെള്ളം നിങ്ങളെ സൂക്ഷിച്ച വീഴാതെ വെള്ളം സൂക്ഷിക്കുന്ന ദൈവമുണ്ട്, പരിപാലിക്കുന്ന ദൈവമുണ്ട്, കാണുന്ന ദൈവമുണ്ട്, കരുതുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരുതലുകൾ ഇന്ന് പകൽക്കാലം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. രണ്ടാമതായി അവർ പറയുന്നത് എങ്ങനെയാണ്? കളങ്കമില്ലാത്തവരായി നമ്മെ നിലനിർത്തുവാൻ കഴിയുന്നത്. കളങ്കമില്ലാത്തവരായി നമ്മെ ഊനമില്ലാത്ത ഒരു മൃഗത്തിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഗ്രീക്ക് പദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സമയമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കണക്കെടുപ്പ് കാര്യമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എപ്രകാരം ഒരു ദൈവത്തിൽ പ്രസാദകരമായ ഈ യാഗം അർപ്പിക്കാൻ കഴിയും. അത് ഊനമില്ലാത്തതായി നിർത്തുവാൻ, അല്ലെങ്കിൽ കളങ്കമില്ലാത്തതായി നിർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് യൂദ പറയുന്നത്, അവൻ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവൻ എന്നാണ് ദൈവത്തിന്റെ പദം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഏതൊക്കെ മേഖലയിലാണ് നമ്മെ നിർത്തുവാൻ നമ്മെ കഴിവുള്ള ദൈവം. ഒന്നാമതായി നാം വായിക്കുന്ന പ്രകാരമാണ് റോമാലേഖനം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന പ്രകാരമാണ്. കൊടുക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനായി നമ്മെ ബലപ്പെടുത്തുവാനായി തീരും. ഏഷ്യാവിന്റെ പുസ്തകത്തെ വായിക്കുന്നതാണ്. ഏഷ്യാവ് 49-ന്റെ 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്. ഏഷ്യാവ് 46-20 നിന്നെ നിൽക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീർക്കും, ലഹരി പിടിക്കും. ഞാൻ യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും. നമ്മൾ മനസ്സിലാക്കണം, നമ്മെ ഞെരുക്കുന്നവർ, നമ്മെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മെ ജയിക്കുന്നവരെ നമ്മൾ ജയിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം തയ്യാറാക്കുന്നെങ്കിൽ നാം ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യാൻ, നാം ചെയ്യുന്നതിനേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ ഏത് നിലവാരത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമോ ആ നിലവാരത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർത്ത് കളയാൻ, നിന്നെ മുടിച്ചു കളയാൻ, നിന്റെ ജീവിതത്തെ ഒടുക്കി കളയാൻ, നിന്റെ ജീവിതത്തിലെ നന്മകളെ എടുത്തു കളയാൻ അവന്റെ ശത്രുവാകുന്ന പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിനെ കൊണ്ടുവന്നപ്പോൾ നിന്റെ ദൈവത്തിന്റെ കരമുണ്ട്. ആ കരങ്ങൾ രാവിലെ കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ കരമാണ് ദൈവത്തിന്റെ വല്ലഭം നമുക്ക് വേണ്ടി തുറന്നു വരുന്നത്. ആ കരത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയാൻ, ആ ദൈവിക സഹായത്തിന്റെ കരം ഈ ദിവസം നാം മനസ്സിലാക്കുവാൻ, നമ്മൾ അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ കരം ഈ ദിവസം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തിനെതിരെ അത് നിൽക്കുന്ന വെല്ലുവിളികൾ, പിന്നെ നാം ഒതുക്കുമെന്ന് പറഞ്ഞ് ഒതുക്കി കളയുമെന്ന് പറഞ്ഞ് നിനക്ക് മുന്നോട്ട്
കഴിയില്ല എന്ന് പറഞ്ഞതിന് ഗർഭത്തില്ലാതെ വാദിക്കുന്നു. അവൻ ദുഷ്ടന്റെ ആത്മഹത്യകളുണ്ടല്ലോ, ആ ദൈവ പ്രവർത്തിക്കെതിരാ നിൽക്കുന്ന അവൻ ശബ്ദങ്ങളുണ്ടല്ലോ, നിനക്കെതിരെ അവൻ സഞ്ചരിക്കുന്ന അവൻ നിന്നെ സഞ്ചരിപ്പിച്ചു കളയാൻ അവൻ മുമ്പിൽ കൊണ്ടുവരുന്ന വാക്കുകളുണ്ടല്ലോ, അവൻ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രവർത്തികളുണ്ടല്ലോ. ആ പ്രവർത്തികളെ പലപ്പോഴും നീ കണ്ട് നിന്റെ ഹൃദയം തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഫലം പറയുകയാണ്, അവിടെ ദൈവത്തിന്റെ ഫലത്തിന് വല്ലത്ത് ദൈവമായ പറയുക, ശത്രു കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി നീ ഒരു അടയാളം കാണിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്കെതിരെ നിൽക്കുന്ന ഐശ്വര്യങ്ങൾ ശത്രുക്കൾ കണ്ട് ലജ്ജിക്കുന്നതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നീ മനസ്സിലാക്കണം, നിന്നെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്, നിന്നെ കൊല്ലുന്നത് ദൈവത്തിന്റെ ധരണിയാണ്. ദാവീദിന്റെ ദൈവം ഹല്ലേലൂയ അങ്ങ് ഉയർത്തുവാൻ കഴിഞ്ഞത്, ദാവീദിനെ മാനിക്കാൻ കഴിഞ്ഞത് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ആ കൃപയിൽ ആശ്രയിപ്പാൻ, ആ കൃപയിൽ അവന്റെ സാമ്പത്തികം കൊടുക്കുവാൻ ഈ ദിവസം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിന്റെ കാര്യങ്ങളിൽ. ഹല്ലേലൂയ. ഒരു വാക്ക് കൂടെ വായിക്കാം. 60 ഏഷ്യാവിന്റെ 60 ആമേ ക്രിസ്തുവോട് 16 വായിക്കുന്നത് നമുക്ക് വായിക്കാം. ഈ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷകനെന്ന്, യാക്കോബിന്റെ വല്ലഭൻ, നിന്റെ വീണ്ടെടുക്കുകാരനെന്ന് നീ അറിയും. മനസ്സിലാക്കണം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാവിലെ നാം തിരിച്ചറിയാൻ നാം കഴിയണം. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. ഏത് രാജാക്കന്മാരുടെയും അരക്കച്ചകളെ അഴിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഏത് ശത്രുവിന്റെ ഭുജത്തെയും തകർക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവത്തിന്റെ വലവത്വം വലുതാണ്, നമ്മുടെ ദൈവത്തിന്റെ വലവത്വം ശ്രേഷ്ഠമാണ്. അത് മനസ്സിലാക്കി ദൈവങ്ങളിൽ നിങ്ങളെയും എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാകുന്നത്. ഇന്ന് രാവിലെ ഞാൻ തിരിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും, ദൈവത്തിന്റെ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ നിലവാരങ്ങളിൽ നമ്മെ നടത്താൻ കഴിയുന്ന കർത്താവിന്റെ വല്ലവത്വം ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെയുണ്ട്. ദാവീദിനോട് പറയുകയാണ്, അവരുടെ സകല നഷ്ടങ്ങളിലും അവരെ സഹായിക്കുന്ന, ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളും നമ്മോട് കൂടെയിരിക്കുന്നത്. ആ ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത്. ആ ദൈവത്തിന്റെ വല്ലവത്വ ദിവസങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ അനുഭവിച്ചറിയുവാൻ കർത്താവിനെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ദൈവത്തെ വചനം പറയുകയാണ്, 8ാമത്തെ വാക്യത്തിൽ പ്രകാരം, യഹോവേ എഴുന്നള്ളണമേ. ദൈവത്തെ വചനം പറയുകയാണ്, ദാവീദിന്റെ ആമേ സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, നീ നിന്റെ ബലത്തിന്റെ പെട്ടവുമായി നിന്റെ വിശ്രമത്തിലേക്ക് എഴുന്നള്ളണമേ. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആ ക്രിസ്തുവോട് ദാവീദിന്റെ മുഖത്തെ ആദരിക്കാൻ വേണ്ടി. അതിന്റെ 10ാമത്തെ വാക്യം പറയുകയാണ്, നീ ദാസനായ ദാവീദ് നിമിത്തവും നിന്റെ ആവശ്യം തിരിച്ചു കളയരുത്. സ്തോത്രം. എന്തിനാണ്? അവനെ സഹായിപ്പാൻ, സ്തോത്രം, അവനെ അനുഗ്രഹിപ്പാൻ. ഇന്ന് രാവിലെ കാലത്തുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ പകരുവാൻ കർത്താവിന് ഹല്ലേലൂയ അവൻ കർത്താവിനെ മുന്നേൽപ്പിച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടട്ടെ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉണ്ടാകുന്നു. നാം കഷ്ടത്തിലും പ്രശംസിക്കുന്നത് ദൈവത്തിന്റെ പദം പറയുന്നു. ഹല്ലേലൂയ. ഈ നൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ വരും കാലങ്ങളിൽ അനവധിയായ തേജസ്സിന്റെ ഖനം നമുക്ക് ലഭിക്കത്തക്ക നിലവാരങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ കഷ്ടതയിൽ നമ്മൾ പൊന്നു പോലെ പുറത്തു വരുവാൻ, അത് കഷ്ടത നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ ചിലത് ഹല്ലേലൂയ കർത്താവ് പഠിപ്പിക്കുവാൻ, ചിലത് കർത്താവിന്റെ ഹല്ലേലൂയ സഹായത്തിന്റെ ഹസ്തം നമ്മൾ അനുഭവിച്ചറിയുവാൻ, ദൈവം നമ്മെ ചേർത്തണയ്ക്കുന്ന അനുഭവങ്ങൾ, കർത്താവിന് സന്നിധമായിരിക്കുന്ന അനുഭവങ്ങളെ ആവേശം നമ്മൾ മറ്റുള്ളവർ അത് തിരിച്ചറിയേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമ്മൾ കഷ്ടതകൾ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ, വേദന കടന്നു പോകുമ്പോൾ നീ ഭാരപ്പെടേണ്ട. നിന്നെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ് ഇന്ന് രാവിലെ ദാവീദിനോട് സത്യം ചെയ്ത് അതുപോലെ നിവർത്തിച്ച ദൈവം. ഹല്ലേലൂയ. വചനം അനേകം ഭാഗങ്ങളുണ്ട്.
അതൊക്കെ എടുത്തില്ലാത്ത സങ്കീർത്തനം മുമ്പോട്ട് ഇങ്ങനെ പ്രസംഗിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും കരപിടിച്ച് നടത്തുവാൻ കർത്താവ് ശക്തനാണ്. ആ ദൈവത്തിൽ നിർമ്മിച്ചു കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവിനെ അന്നത്തെ സമർപ്പിക്കാം. കണ്ണുകളിലേക്കാണ് ആരെയും കർത്തതയുടെ കടന്നു പോകുന്ന ആരെങ്കിലും വേദനയുടെ കടന്നു പോകുന്ന എന്നോടുള്ള ദൈവത്തിന്റെ വചനമാണ് ഇത് രാവിലെ നമ്മളോട് കൈമാറുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ആകെ കർത്താവ് വെളിപ്പെടുത്തിയത്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് തിരിച്ചറിയാം. കർത്താവ് തന്നെ എത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തന്നെ ഓർത്ത ദൈവത്തിന്റെ തന്നെ കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതികളെ കർത്താവ് ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രുവിനെ പോലുകളെ പോരാട്ടങ്ങളെ മാറ്റി ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവികാര്യങ്ങളെ പകർന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യങ്ങളും വിടുതലും പകരം കർത്താവിന്റെ കഥയുണ്ടാകും. യേശുവിൻ നാമത്തിൽ പിതാവേ, സഹായിക്കട്ടെ.